ഹലോ, നമുക്കൊരു അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടാലോ? ഇരുമ്പമ്പുളി കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഒരു തട്ടിക്കൂട്ടി റെസിപ്പിയാണ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടുകാന്ന് ഇടില്ല, കടുക് ഇട്ടു. 2 സ്പൂൺ കടുക്. കേട്ടില്ല വെളിവെട്ടുന്നു. ഉലുവ ഇട്ടു. ഉലുവ 2 സ്പൂണ്. 2 സ്പൂൺ ഉലുവ. ഉലുവ ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാം. ഫ്ലോപ്പായി എന്ന് പറയാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, കറിക്കത്തില്ല, ഇതില്ല. ഞാനിത് വഴന്ന് വരണുണ്ടായിരുന്നു, അങ്ങനെയല്ല പറയുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ. 2 മുല്ല 3 മതിയാ. അത് പോരാ ഗൈസ്. ഇപ്പോൾ ഓൾറെഡി എത്ര 3-4 സ്പൂൺ 5 സ്പൂൺ മുളക് പൊടി കേട്ടോ, കാശ്മീരി മുളക് പൊടി. ചുരുക്ക വെച്ചത് പാകത്തിന് ഇട്ടു. ഇനി ഉപ്പിടണം. ഉപ്പ് എത്ര? ഉപ്പ് ഇട്ടു ഗൈസ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യാനുസൃതം ഇടാം. പിന്നെ ഉണ്ടാവും. നല്ലോണം തിളച്ചിട്ട് ഓഫാക്കായി. എന്നിട്ട് കുറച്ച് തണിയുമ്പോൾ പുളിയിടും. കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ അച്ചാർ തിളച്ച് വരുന്നുണ്ട്. ഓഫ് ചെയ്തിട്ടോ. അപ്പായ ഇനി ഇത് തണിഞ്ഞിട്ട് പുളി ചോക്കട്ടെ. അത് സുഖമാണെങ്കിൽ എടുക്കാം. പിക്കിൾ പൗഡർ ഇടുന്നുണ്ട് കേട്ടോ, അച്ചാറിൻ്റെ പൊടി. ഇത് മുളകിട്ട് ഇതുകൊണ്ട് എൻ്റെ മുക്കലയിരുന്ന് കുറച്ച് പിക്കിൾ പൗഡർ ഇട്ടു. കായ ഇടേ. കായ എടുക്കുന്നു പൊടിച്ചു. ഓക്കെ, കായപ്പൊടി ഇട്ടു. ജീരകപ്പൊടി. ഇനി ഇതിൻ്റെ പുളിയുടെ വെള്ളം ഇറങ്ങുമല്ല. അപ്പം ഒരു വെള്ളം പോലെ ഉണ്ടാവല്ലേ. ഇത് മുളക് തേങ്ങ. നല്ല എരിയുന്ന മുളകാണിത്. ഇങ്ങനെ മുളക് കാണുന്നില്ലെങ്കിലും ഭയങ്കര എരിവാണ്. ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ഗൈസ്. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. മിക്സായി ഗൈസ്, എല്ലാം മിക്സായി, അടിപൊളിയായി. ഞാൻ അച്ചാർ റെഡി.